നമസ്കാരം. ലോകത്തെ നടുക്കിയ പരിസ്ഥിതി ദുരന്തത്തിൽ ജപ്പാനിലുണ്ടായ ഒരു ദുരന്തമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ജപ്പാനിലെ ടൊയാമോ പ്രവിശ്യയിലെ ജിൻസു നദീതടത്തിൽ ആരെയും അസ്വസ്ഥമാക്കുന്ന നിലവിളി ഉയർന്നത്. വേദന കൊണ്ട് പുളയുമ്പോഴുള്ള നിലവിളിക്ക് ജാപ്പനീസ് ഭാഷയിൽ ഇത്തായി എന്നാണ് പറയുക. കടുത്ത വേദന സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേകതരം രോഗമാണ് ഈ നിലവിളിക്ക് ഹേതു. ജിൻസു നദീതടത്തിലുണ്ടായ മലിനീകരണത്തിൻ്റെ ഉൽപ്പന്നമായ ഈ അസുഖം ഇഥായി രോഗമെന്ന പേരിൽ ലോകശ്രദ്ധ ആകർഷിച്ചു. വൻപിച്ച തോതിലുള്ള കാഡ്മിയം വിഷബാധയുടെ ഫലമായിരുന്നു ഈ രോഗം. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാഡ്മിയം വിഷബാധ മൂലമുള്ള ആദ്യത്തെ രോഗവും ഈ ജപ്പാനിലാണുണ്ടായത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കണ്ടുവന്നെങ്കിലും 1950-ലാണ് രോഗകാരണം കൃത്യമായി കണ്ടെത്തിയത്. നദിയുടെ പ്രഭവ കേന്ദ്രങ്ങളായ മലകളിലെ ഖനികളിൽ നിന്നാണ് നദിയിലേക്ക് കാഡ്മിയം ഒഴുകിയെത്തിയത്. ഖനികൾ സൃഷ്ടിക്കുന്ന മലിനീകരണത്തിൻ്റെ ആദ്യകാല ഇരകളായിരുന്നു ടൊയാമോ പ്രവിശ്യയിലെ ജനങ്ങൾ. AD 710 മുതൽക്ക് തന്നെ ഈ പ്രദേശങ്ങളിൽ സ്വർണ്ണഖനനം നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1580-കളുടെ അവസാനത്തിൽ വെള്ളി ഖനനം ആരംഭിച്ചു. തുടർന്ന് ലെഡ്, ചെമ്പ്, സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾക്ക് വേണ്ടി ഉള്ള ഖനനം. റഷ്യ ജപ്പാൻ യുദ്ധവും പിന്നീട് ഒന്നാം ലോകമഹായുദ്ധവും അസംസ്കൃത വസ്തുക്കളുടെ, പ്രത്യേകിച്ച് ലോഹങ്ങളുടെ ആവശ്യകത കുത്തനെ ഉയരാനിടയാക്കി. അനിയന്ത്രിതമായ ഖനനത്തിലേക്ക് ഇത് വഴിതെളിച്ചു. അക്കാലത്ത് യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ആധുനിക ഖനന സാങ്കേതിക വിദ്യകൾ ജപ്പാനിലെ ഖനികളിൽ ഉൽപ്പാദന വർധനവിന് ആക്കം കൂട്ടി. അനുകൂല സാഹചര്യങ്ങൾ വിശദമായി ഉപയോഗപ്പെടുത്തിയപ്പോൾ ടൊയാമയിലെ കാമിയോക്ക ഖനികൾ ലോകത്തിലെ ഏറ്റവും വലിയ ഖനികളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടി. രണ്ടാം ലോകമഹായുദ്ധമായപ്പോൾ ഖനികളിലെ ഉൽപ്പാദനം ഒത്തിരി വർദ്ധിപ്പിച്ചു. 1910 മുതൽ തന്നെ ഇവിടങ്ങളിലെ ഖനന പ്രക്രിയ പരിസ്ഥിതിക്ക് വലിയ ആഘാതം വരുത്തി. പലതരം വിഷലോകങ്ങളോടൊപ്പം തന്നെ ഇവിടെ നിന്ന് വർദ്ധിച്ച അളവിൽ കാഡ്മിയവും പുറത്തേക്ക് വിടുകയുണ്ടായി. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ആരംഭത്തോടെ പ്രദേശത്തെ ഖനനങ്ങൾ നിയന്ത്രിച്ചിരുന്ന മിത്സുബിഷി മൈനിങ് ആൻഡ് സ്മെൽറ്റിംഗ് കമ്പനി യുദ്ധാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉൽപ്പാദനം കുത്തനെ ഉയർത്തി. യുദ്ധകാല കച്ചവടത്തിൻ്റെ അനന്ത സാധ്യതകൾ പാരിസ്ഥിതിക നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ വൻകിട കമ്പനികൾ വലിയ വിരുത് കാണിച്ചു. ജിൻസു നദിയും കൈവഴികളും വിഷലിപ്തമായി. ഗ്രാമീണ ജീവിതത്തിൻ്റെ സ്പന്ദനമായിരുന്നു ഈ നദി. നദീതടത്തെ നെൽപ്പാടങ്ങളിൽ ജലസേചനം നടത്തിയിരുന്നത് ജിൻസുവിലെ വെള്ളം ഉപയോഗിച്ചായിരുന്നു. നദിയോരത്തെ ജനങ്ങൾ കുടിവെള്ളത്തിനും അലക്കാനും കുളിക്കാനും മത്സ്യബന്ധനത്തിനും ഈ നദിയെ വല്ലാതെ ആശ്രയിച്ചു. മേലെ കുന്നിൽ മുകളിൽ നിന്ന് ഖനികൾ പ്രശ്നം സൃഷ്ടിക്കാൻ തുടങ്ങി. യാതൊരു നിയന്ത്രണവുമില്ലാതെ തള്ളിവിടുന്ന കാഡ്മിയവും അതുപോലുള്ള മറ്റ് ഘനലോകങ്ങളും നദിയിലെ ചെളിയിലും വെള്ളത്തിലും കൂടി കലർന്നു. കാഡ്മിയം വിഷബാധയെ തുടർന്ന് നദിയിലെ മത്സ്യങ്ങൾ വൻതോതിൽ ചത്തുപൊങ്ങാൻ തുടങ്ങി. നെൽവയലുകളെയും അത് സാരമായി ബാധിച്ചു. നെൽപ്പാടങ്ങളിൽ ജലസേചനം നടത്തിയ വെള്ളത്തിൽ നിന്ന് കാഡ്മിയവും മറ്റ് നെൽച്ചെടികൾ ആഗിരണം ചെയ്തെടുത്തു. വിഷബാധയേറ്റ അരി ഭക്ഷിച്ചവരുടെ ശരീരത്തിൽ കാഡ്മിയം ലോകാംശം എത്തിപ്പെടാൻ ഇത് വഴിയൊരുക്കി. ജനങ്ങൾ മിത്സുബിഷി മൈനിങ് കമ്പനിയുമായി പരാതി ചെന്നു. ചർച്ചയിലൂടെ പരിഹാരമാർഗം ഉരുത്തിരിഞ്ഞുവെന്ന് പറയുന്നുവെങ്കിലും യാതൊരു മാറ്റവും അവിടെ ഉണ്ടായില്ല. മലിനജലം നദിയിലെത്തുന്നതിന് മുമ്പേ ശേഖരിക്കാൻ വേണ്ടി ഒരു തടാകം നിർമ്മിക്കാൻ അവർ തയ്യാറായി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചെപ്പടി വിധിയായിരുന്നു അത്. ഫലപ്രദമായൊരു സംവിധാനമായി മാറാൻ അതിന് കഴിഞ്ഞതേയില്ല. മാത്രമല്ല, ധാരാളം ജനങ്ങൾ ഇതിനകം രോഗികളായി കഴിഞ്ഞിരുന്നു. രോഗകാരണം അപ്പോഴും കൃത്യമായി ആളുകൾ മനസ്സിലാക്കിയില്ല. ഏതെങ്കിലും പ്രത്യേക ബാക്ടീരിയ പരത്തുന്നൊരു പ്രാദേശിക രോഗമാണിതെന്ന് അവിടെ കണ്ടതെന്നായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെയുള്ള പൊതുധാരണ. രോഗകാരണം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണങ്ങൾ ഇതിനകം ആരംഭിച്ചു. മലമുകളിലെ ലെഡ് ഖനനത്തിൻ്റെ ഫലമായി ലെഡ് വിഷവാതകം മൂലം ആവാം ഈ രോഗം പിടിപെട്ടതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. 1955-ൽ ഡോക്ടർ ഒജിനോയും സംഘവുമാണ് ആദ്യമായി കാഡ്മിയത്തിൻ്റെ പങ്കിനെ സംശയിച്ചത്. അതനുസരിച്ച് ഗവേഷണങ്ങൾക്ക് അവർ രൂപം നൽകി, വിജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഡോക്ടർ ഒജിനോ ആണ് ഇഥായി എന്ന ഈ രോഗത്തിന് പേര് നൽകിയത്. 1961-ൽ ടൊയാമോ പ്രവിശ്യയിലെ തലവൻ ഇതേക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. മിത്സുബിഷി മൈനിങ് ആൻഡ് സ്മെൽറ്റിംഗ് കമ്പനിയുടെ കാമിയോക്കെ മൈനിങ് സ്റ്റേഷന് കാഡ്മിയം മലിനീകരണത്തിൻ്റെ ഉറവിടമെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു.
ഖനിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ നദിയുടെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് മലിനീകരണം കൂടുതലായി ബാധിച്ചത്. പ്രശ്നം സങ്കീർണമായപ്പോൾ സർക്കാർ ഇടപെട്ടു. 1968 ആരോഗ്യ സുരക്ഷാ മന്ത്രാലയം കാഡ്മിയം വിഷബാധ മൂലമുണ്ടാകുന്ന ഇഥായി രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വ്യക്തമാക്കുന്ന പ്രസ്താവന നടത്തി. പ്രശ്നത്തിന് സ്വാഭാവിക പരിഹാരം ലഭ്യമാക്കണമെന്നുള്ള പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുണ്ടായി. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച ഉടനെ കാഡ്മിയം നദിയിലേക്ക് ഒഴുക്കുന്നത് തടയുവാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഖനന കമ്പനി നിർബന്ധിതമായി. ഇതോടെ നദിയിലെ കാഡ്മിയത്തിൻ്റെ അളവിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു. പുതുതായി രോഗം പിടിപെടുന്നവരുടെ എണ്ണത്തിൽ സാരമായ കുറവുണ്ടാവുകയും ചെയ്തു. താമസിയാതെ പുതിയ രോഗികൾ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് ആ പ്രദേശം എത്തുകയും ചെയ്തു. ടൊയാമോ പ്രവിശ്യയിലാണ് ഈ രോഗം പിടിപെട്ടതെങ്കിലും മറ്റ് 5 സ്ഥലങ്ങളിൽ കൂടി ഇത്തരം രോഗികൾ നാമമാത്രമായി കണ്ടെത്തിയിരുന്നു. മധ്യവയസ്കരും പ്രായമായവരുമായ സ്ത്രീകളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെട്ടത്. പുരുഷന്മാരിൽ ഈ രോഗം പിടിപെട്ടവർ താരതമ്യേന കുറവായിരുന്നു. ശരീരസന്ധികളിലെ അസഹനീയമായ വേദനയാണിതിൻ്റെ ലക്ഷണം. ക്രമേണ എല്ലുകൾ ദുർബലപ്പെട്ട് ശരീരഭാഗം താങ്ങാൻ കഴിയാതെ ഒടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ രോഗികൾ എത്തിച്ചേരുന്നു. വൃക്കകളുടെ പ്രവർത്തനത്തെയും ഈ രോഗം തകിടം മറിച്ചു. വർഷങ്ങളോളം കാഡ്മിയം മലിനീകരണം അനുഭവിച്ചവരിലാണ് ഇത് കണ്ടെത്തിയത്. ദയനീയമായിരുന്നു ഈ രോഗികളുടെ അവസ്ഥ. ശക്തമായ സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിൻ്റെ അഭാവം അവരുടെ ദൈന്യതയെ മൂർച്ഛിപ്പിച്ചു. രോഗത്തിനിരയായ 9 പേരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ടൊയാമയിലെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. 1968 അത്. കേസിൽ മിത്സുയി മൈനിങ് ആൻഡ് സ്മെൽറ്റിംഗ് കമ്പനി പ്രതിസ്ഥാനത്ത് നിർത്തി. 1971 ജൂൺ മാസത്തിൽ കമ്പനി കുറ്റക്കാരനാണെന്ന നിഗമനത്തിൽ കോടതിയെത്തി. മലിനീകരണത്തിനെതിരായി അവർക്ക് ആരോഗ്യ ചെലവുകൾ വഹിച്ചുകൊള്ളാമെന്ന് കമ്പനി സമ്മതിച്ചു. ജിൻസു നദിയിലെ ജലത്തിൻ്റെ ഗുണനിലവാരം സൂക്ഷ്മമായും കൃത്യമായും നിരീക്ഷിക്കാനും കമ്പനി തയ്യാറായി. ഇത് സാമൂഹിക വീക്ഷണത്തിൻ്റെ അഭാവത്തിൻ്റെയും പ്രകൃതിഭോഗങ്ങളോടുള്ള ഒടുങ്ങാത്ത ആർത്തിയുടെയും ഉൽപ്പന്നമാണ് ഇഥായി രോഗം. രാസമലിനീകരണത്തിൽ നിന്ന് പുറമെടുക്കുന്ന ജപ്പാനിലെ ആദ്യത്തെ രോഗമാണ് ഇഥായി. ജപ്പാനിലെ 4 വലിയ മലിനീകരണ രോഗങ്ങളിൽ ഒന്നായി ഇത് അറിയപ്പെടുന്നു. ഇത് ഇഥായി എന്ന പരിസ്ഥിതി മലിനീകരണം മൂലമുണ്ടായ ജപ്പാനിൽ ഉണ്ടായ ഒരു രോഗത്തിൻ്റെ ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.